ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും ബാഗുകളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് സ്റ്റോക്കേ നമ്മുടെ അടുത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഈ ബാഗ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് ഇടുന്നവര് റിപ്ലൈ കിട്ടിയില്ലല്ലോ എന്ന് കരുതി വീണ്ടും വീണ്ടും ഇടരുത്. അപ്പൊ നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് കയറി പോവാണ്. അപ്പൊ താഴെയുള്ള നമ്പർ നമ്മൾ താഴെ നിന്നാണ് നോക്കി നോക്കി വരാം. അപ്പൊ ഓരോ പ്രാവശ്യം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരുന്നാല് നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഇട്ടാൽ മതി, എല്ലാവർക്കും ഞാൻ മറുപടി തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ബാഗുകളുടെ ഒരു വീഡിയോ കാണാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഇതുപോലെ നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഉള്ളില് ഇതുപോലെ ഇതിന്റെ പുറത്തെ ഡിസൈൻ ഇങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബാഗ് കാണിച്ചായിരുന്നു, ഈ പാവാടയുടെ ഒക്കെ ഞൊറി പോലെ ഇങ്ങനെ ഞൊറിഞ്ഞു വെച്ച ബാഗ്. അത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ അത് ഇല്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ബാഗ് ഹയർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണത്. ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് ഭാഗമാണ് ഇത്, ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതില് അറകളൊന്നുമില്ല. പിന്നെ സെന്ററിൽ 2 ബട്ടനാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 2 കള്ളി ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ 2 സിബാണ് ഇതിലുള്ളത്. 2 കള്ളി ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു കൊട, ഒരു വെള്ളം കുപ്പി, വലിയ വെള്ളം കുപ്പി അല്ല കേട്ടോ, ഒരു മീഡിയം വലിപ്പമുള്ളത്, അതൊക്കെ ഇതിൽ ഇടാൻ പറ്റുന്നതാണ്. ഇത് ഒരു നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 450. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ബാഗുകളാണ്. ഇനി ഈ ബാഗിന്റെ വേറെ 2 ഷെയ്ഡ് കൂടിയാണ് ഉള്ളത്. ഒന്ന് ഒരു ഇങ്ങനത്തെ ഒരു കളറ്, പിന്നെ വരുന്നത് ഒരു മൗ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. പക്ഷെ 3 ഷെയ്ഡിലും വളരെ കുറച്ച് പീസുകൾ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും അത് കിട്ടുക. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ബാഗ് ഉണ്ടല്ലോ, ഇതൊരു ഗ്രേയില് ഒരു ചെറിയൊരു ബ്ലൂവിന്റെ കൂടി ടിന്റ് വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതിനിതാ ഇങ്ങനെ ഒരു ചെറിയൊരു ചങ്ങല മാത്രമാണ് ഇങ്ങനെ പിടുത്തുള്ളത് കേട്ടോ. നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് സിംഗിൾ പീസാണ്. ഞാൻ കടയിൽ ചെന്നപ്പോൾ ഇത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അവിടെയും വേറെ പീസുകളില്ല, അതുകൊണ്ട് ഇവിടെയും എൻ്റെ കയ്യിൽ ഇല്ല. ആകെ ഒരു സിംഗിൾ പീസാണ് ഉള്ളത്. ഇത് നമുക്ക് മൊബൈലും പൈസയൊക്കെ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ പിടിക്കാൻ പറ്റുന്ന, എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഇങ്ങനെ ഒരു ചെറിയൊരു ചങ്ങലയാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു അറയുണ്ട്. പിന്നെ സെന്ററിൽ ഇതുപോലത്തെ 2 കള്ളികളാണ് ഉള്ളത്. ഇങ്ങനെ 2 കള്ളിയാണ് ഉള്ളത്. പിന്നെ ഇത് നമുക്ക് സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അതിനുള്ള വാറ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ വരുന്നത് ഇതുപോലെ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 375. ഇങ്ങനെ പിടിക്കേണ്ടവർക്ക് ഇത്രയേ ഉള്ളൂ പിടിക്കാൻ. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സുഖമുള്ള ഒരു ബാഗ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 375 ഇത് സിംഗിൾ പീസാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ഒരു ഷോൾഡർ ബാഗ് തന്നെയാണ്. ഒരു മൗ കളറിലുള്ള ഒരു വാറാണ്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേയുടെ ടിന്റാണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഒരു കാപ്പിപ്പൊടിയുടെയോ ഒക്കെ ഒരു ടിന്റും കൂടി ഇതിൽ കയറി വരുന്നുണ്ട്. ആക്ച്വൽ ഗ്രേ അല്ല, അത് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇതും സിംഗിൾ പീസാണ് കേട്ടോ. ഈ ബാഗ് സിംഗിൾ പീസാണ്. കാരണം ഇതും അതെ, ഞാൻ അവിടെ കടയിൽ ചെന്നപ്പോൾ എനിക്കത് നല്ല ബാഗായിട്ട് തോന്നി. ഇതിന്റെ പീസുകൾ കിട്ടാനില്ല, അതുകൊണ്ട് ഇത് ഒരു പീസ് കണ്ടപ്പോൾ ഞാനത് എടുത്തതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇതുപോലെ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്. എന്നിട്ട് ഇതിലും ഒരു കള്ളിയുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 കമ്പാർട്ട്മെന്റ് ആണ് ഇതിലുള്ളത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. നല്ലൊരു ബാഗായിട്ട് തോന്നിയത് കൊണ്ട് ആണ് ഇത് കൊണ്ടുവന്നത്. നല്ല മെറ്റീരിയൽ ഒക്കെയാണ്. റെക്സിൻ തന്നെയാണെങ്കിലും ഇതും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള റെക്സിനുകളാണ്. നല്ല ഭംഗിയാണ്. ഒരു മോഡലും നല്ലൊരു മോഡലാണ്. പിന്നെ ഈ വാറിനൊക്കെ നല്ല നീളമുണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 575, 575. നെക്സ്റ്റ് ബാഗ്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന ബാഗാണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ബാഗാണ്. പക്ഷെ ഇപ്പോഴും വളരെ ലിമിറ്റഡ് പീസുകളാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് കളറിലാണ്.
ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ തന്നെ കമ്പനി. ഇത് ഇതുപോലെ 2 പ്രസ് ബട്ടൺ ആണ്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്ലാപ്പിന്റെ ഉള്ളിലും ഇതുപോലെ ഒരു അറയുണ്ട്. പിന്നെ ഇത് സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഉള്ളിലും 2 കള്ളികളാണ് ഉള്ളത്. ഇതുപോലത്തെ 2 കള്ളിയാണ് ഉള്ളത്. പിന്നെ ഇവിടെയും നമുക്ക് എന്തെങ്കിലും കോയിനോ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഈ ബാഗൊക്കെ എൻ്റെ വാങ്ങിച്ചവർ വന്നൊന്ന് കമന്റ് ചെയ്യണം. അപ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി അത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 565. ഇനി ഇതില് വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് ഒരു മഡ് ബ്രൗൺ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ഈ 3 ഷെയ്ഡിൽ തന്നെ വളരെ കുറച്ച് പീസുകളേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 565, 565. നെക്സ്റ്റ് ബാഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് തന്നെയാണ്. അന്ന് കുറെ പേരൊക്കെ ചോദിച്ചു, പക്ഷെ കൊടുക്കാൻ തികഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പോഴും അത് ഇത് 2 or 3 പീസ് മാത്രമാണ് ഇതുള്ളത്. ഇത് ഒരു റെക്സിനിൽ വരുന്ന കൂടിയ റെക്സിനിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബീജ് കളറ്. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, അതിങ്ങനെ ഒരു അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഇങ്ങനെ തെരുതെരുന്നുള്ള ഒരു ഡിസൈനാണ്. ഇതിന് 2 പിടുത്തം ഇങ്ങനെയാണ് ഉള്ളത്. ഈ കയ്യിൽ പിടിക്കേണ്ടവർക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതില് ഇങ്ങനെ ഒരു സെന്ററിൽ ഒരു സിബ്. ഈ സിബ് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതില് 2 അറകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇതില് സ്ലിംഗ് ഉണ്ട്. പിന്നെ ഒരു ഫാഷന് വേണ്ടി ഇവിടെ ഇങ്ങനെ തൂക്കിയിടാനായിട്ടുള്ള ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത്, ഇത് നല്ല ബാഗാണ്, ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇതിന്, ഒരു ഇംഗ്ലീഷ് കളർ എന്ന് പറയാം. ഇതിന്റെ റേറ്റ് വരുന്നത് 960. ഇത് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഞെളങ്ങിയിരിക്കണമെന്ന് തോന്നുന്നത് ഇതിന്റെ ഉള്ളില് പേപ്പറുകളൊന്നും വെക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതുപോലെയാണ് ഈ ബാഗിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 960, 960. നെക്സ്റ്റ് ബാഗ് വരുന്നത്, ഇത് മുമ്പ് ഞാൻ 1ഉം 2ഉം പ്രാവശ്യം കാണിച്ചിരുന്നതാണ്. പിന്നെയും എൻക്വയറികൾ വരുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് കാണിച്ചത്. ഇപ്പോഴും മുമ്പ് ഞാൻ കാണിച്ചപ്പോൾ 2 കളർ ഉണ്ടായിരുന്നു അതില്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം, ലൈറ്റ് പിങ്ക്, ഈ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇങ്ങനെ പിടിക്കേണ്ടവർക്ക് ഇങ്ങനെ പിടിക്കാം. പിന്നെ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇതിന്റെ ഉള്ളിൽ സ്ലിംഗും ഉണ്ട്. ഇവിടെ ഒരു ഫാൻസി ബട്ടൺ ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇവിടെയുള്ള ഈ സിബ് തുറന്നാല് ഇതിൽ നമുക്കൊരു നമ്മുടെ മൊബൈലും പൈസയും ഒക്കെ ഇട്ട് ചെറിയ വെള്ളം കുപ്പിയൊക്കെ ഇടാൻ പറ്റുന്ന തരം ബാഗാണ്. ഇങ്ങനെ പിടിക്കാം. ഇതിന്റെ റേറ്റ് വരുന്നത് 525, 525. നെക്സ്റ്റ് ബാഗ് വരുന്നത്, ഇത് സ്ലിംഗ് ബാഗാണ്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു നെറ്റ് കൊണ്ട് അടിച്ചതുപോലുള്ള ഒരു പ്രതീതിയാണ് ഇത് കാണുമ്പോൾ തോന്നുക. പക്ഷെ ഇത് നെറ്റ് ഒന്നും അല്ല, ഇത് റെക്സിനിൽ തന്നെ വരുന്നതാണ്. കുറച്ച് നല്ല റെക്സിൻ, ഒരു ഡിസൈൻ ഉള്ള ഒരു റെക്സിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാഗാണ്. ഇത് ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ്. ഈ ഫ്ലോണ്ടിറ്റ് കമ്പനിയുടെ ബാഗുകളൊക്കെ നല്ല ബാഗുകൾ, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ബാഗുമാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു റസ്റ്റ് കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ലിംഗ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു സിംഗിൾ കള്ളിയാണ്. ഇതിന്റെ സ്ലിംഗ് ആണ്. ഇത് നല്ല നീളമുള്ള ഷോൾഡർ ബാഗാണ്. അത് കൂടാതെ പുറത്ത് ഇതുപോലെ ഒരു ചെറിയൊരു അറയും കൂടിയുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 450. ഇനി ഇതില് വേറൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രേ ആണ്. ഇങ്ങനെ 3 ഷെയ്ഡാണുള്ളത്. ഇതൊക്കെ വളരെ കുറവ് പീസുകളെ കയ്യിലുള്ളൂ. നെക്സ്റ്റ് ബാഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു ബാഗ് തന്നെയാണ്. ഇത് ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിൽ അന്ന് പല കളറുകൾ കാണിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളത് ആകെ ഈ ഒരു മൗ കളർ മാത്രമാണ് ഇതിലുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഈ വാറിനൊക്കെ നല്ലതുപോലെ നീളമുണ്ട് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇവിടെ 2 സിബ് ഉണ്ട്. ഈ 2 കള്ളിയിലും നല്ല വീതിയൊക്കെയുള്ള നല്ല കള്ളികളാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇനി ഇതിന്റെ 2ന്റെയും നടുവിലായിട്ട് വേറൊരു സ്പേസ്. അപ്പൊ നമുക്ക് ഇതിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിലും വെക്കാൻ പറ്റും. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. നെക്സ്റ്റ് ഈ ബാഗും ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പായ നെയ്തത് പോലെയാണ് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള ഡിസൈൻ വരുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബ് ഉണ്ട്. ഫ്രണ്ട് ഭാഗത്ത്
ഇതുപോലെ നേരത്തെ കാണിച്ച ബാഗിന്റെ പോലെ തന്നെ ഇങ്ങനെ രണ്ട് കള്ളിയുണ്ട്. പിന്നെ ഇനി അതിന്റെ നടുവിലായിട്ട് വേറൊരു പോർഷനും ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 380, 380. ഇനി കുറച്ച് കുഞ്ഞു പേഴ്സുകൾ കാണാം. ഇത് ഇതാ ഫ്രണ്ടില് ഡിസൈൻ വരുന്നത് ഇതുപോലെ. ഇതൊരു വൈറ്റും ഗ്രേയും. ഇവിടെ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലൂ ആണ്. ഈ സെന്ററിൽ വന്നിരിക്കുന്ന ബാൻഡ് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് കാർഡുകൾ വെക്കാം, ഇതിൽ പൈസ വെക്കാം. പിന്നെ ഇതിനൊരു സിബാണ് വന്നിരിക്കുന്നത്. ഈ സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പൈസ വെക്കാം. ഇതാ രണ്ട് കള്ളിയാണ് ഉള്ളത്. അപ്പൊ ഇത് ഒരു കുഞ്ഞു പേഴ്സായിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ പൈസ മാത്രമാണ് വെച്ച് പോകേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ ബാഗ് കൊണ്ട് നടക്കുന്ന ആളും ഒരു ചെറിയ ബാഗിൽ സാധനങ്ങൾ വെക്കില്ലേ, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ 3 ഷെയ്ഡാണ് ഉള്ളത്. ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് 210 ആണ്. വേറെ ഒരു മോഡൽ ചെറിയ പേഴ്സുകൾ ഇതാ ഇതുപോലെയാണ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. എന്നിട്ട് എല്ലാ സ്പെസിഫിക്കേഷനും മറ്റേ ചെറിയ പേഴ്സിന്റെ പോലെ തന്നെ ഇവിടെ നമുക്ക് കാർഡുകൾ വെക്കാം, പൈസ വെക്കാം. ഈ സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലും 2 കള്ളിയാണ് വരുന്നത്. ഇത് 3 ഷെയ്ഡാണ്. ഇതിന്റെ സെയിം ബീജ് കളറും ബ്ലാക്കും. ഇതും സെയിം സ്പെസിഫിക്കേഷൻ തന്നെ, പക്ഷെ ഇതിന് സെന്ററിൽ ഇങ്ങനെ ഒരു ബാൻഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് 210, 210. നെക്സ്റ്റ് പേഴ്സ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ, എലിഫന്റ് ഗ്രേ എന്ന് പറഞ്ഞ കളറാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ്. ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ കാർഡുകൾ വെക്കാം, പൈസ വെക്കാം. ഇതില് ഈ സിബ് തുറന്ന് ഇതിന്റെ ഉള്ളിലും വെക്കാം. ഇതിന് ഒരു സ്ലിങ്ങും കൂടി ഉണ്ട് കേട്ടോ. കണ്ട, ആ സ്ലിങ് ഇടാനുള്ള 2 ക്ലിപ്പാണ് ഈ 2 സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല പേഴ്സാണ്. ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടെ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. 2 നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 220 രൂപ, 220. അടുത്തതും ഒരു പേഴ്സ് തന്നെ. നേരത്തെ കാണിച്ചത് ചെറിയതായിരുന്നു. ഇത് അതിനേക്കാളും കുറച്ചും കൂടി നീളം കൂടിയ വേറൊരു പേഴ്സ്. ഇതാണ് 2 കളറ്, ഒരു ഗ്രേ കളറും ഒരു ടെറാക്കോട്ട കളറും. ഇതും ഇതുപോലെ ബട്ടൺ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് കാർഡുകൾ വെക്കാം, പൈസ വെക്കാം. പിന്നെ വീണ്ടും ഈ സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ 2 പോർഷനാണ്. പിന്നെ നമുക്ക് അതിൽ കാർഡ് വെച്ചിട്ട് കൊള്ളാത്തതുണ്ടെങ്കിൽ ഇതിലൊരു പീസും കൂടി ഉണ്ട്. ഈ പീസ് എടുത്തിട്ട് ഇതിൽ നമുക്ക് കാർഡുകൾ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനൊരു ഇതിന്റെ ഡിസൈൻ കണ്ട, ഫ്രണ്ടിലത്തെ ഇങ്ങനെ ഒരു പായ നെയ്തതുപോലെയല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ 2 ഷെയ്ഡാണ് ഉള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 280. നെക്സ്റ്റ് പേഴ്സ് അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള പേഴ്സുകളാണ്. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ, ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ. എല്ലാതും സെയിം തന്നെ, ഡിസൈനുകളിലുള്ളൊരു വ്യത്യാസം മാത്രമാണ്. ഇതിന് 2 കള്ളിയാണ് ഇതിലുള്ളത്. 2 പോർഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും അതിൽ 2 കള്ളിയുണ്ട്, ഇതിലും 2 കള്ളിയാണ് ഇതിൽ ഉള്ളത്. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 275, 275. ഇതിൽ 2 ഡിസൈനാണ്, 2 പേഴ്സ്, 2 ഡിസൈനാണ്, 2 ഷെയ്ഡാണ്. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യമായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. ഷെയർ ചെയ്താലല്ലേ ആളുകൾ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വീഡിയോസ് കാണുന്നുണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.